ശാന്തമാണ് ചേലക്കര. പക്ഷേ ഉള്ളു തിളയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട് ചേലക്കരയ്ക്ക്. നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. വികസന നേട്ടം പറയുമ്പോൾ LDF, അപ്പുറത്ത് UDF വികസന മുരടിപ്പാണ് പറയുന്നത്. രണ്ടു കൂട്ടർക്കും വെല്ലുവിളിയാവാൻ BJP ഉണ്ട്. എന്നാലും വലിയൊരു ആത്മവിശ്വാസമാണ് UR പ്രദീപ് രാവിലെ തന്നെ നമ്മളോട് പ്രകടമാക്കിയത്. ഇവിടെ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനവും വികസന പ്രവർത്തനം നടത്തിയത് നടത്താൻ പോകുന്നതാണ് നാടിന് മുമ്പിൽ വെച്ച് വോട്ടഭ്യർത്ഥിക്കുന്നത്. അത് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഏൽപ്പിച്ച സമയങ്ങളെല്ലാം പാഴാക്കാതെ അത് നാടിനു വേണ്ടി നല്ല പോലെ ഇടപെട്ടത് അത് ജനങ്ങളുടെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇത്തവണ ചേലക്കര മാറി ചിന്തിക്കുമെന്ന് വലിയ പ്രതീക്ഷയിലാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ആലത്തൂരിൽ അത്ഭുതം സംഭവിപ്പിച്ച ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി രമ്യ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടമാക്കുന്നുണ്ട്. ചേലക്കരക്കാരെന്നെ കൈവിടില്ല, എന്നെ ചേർത്ത് നിർത്തും, ഉപേക്ഷിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും കയ്യും മെയ്യും മറന്നുള്ള പ്രചാരണത്തിലായിരുന്നു. കഴിഞ്ഞ 2 തവണയും കൂടിയ വോട്ട് വിഹിതം ഇനിയും ഉയർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും BJPയുടെയും ലക്ഷ്യം. അത് എങ്ങനെയായിരിക്കും മറ്റു മുന്നണികൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ചേലക്കരയിലെ ചർച്ച. എന്തായാലും ചേലക്കരയുടെ മനസ്സ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നതിന് മുമ്പ് അവസാനഘട്ട ഒരുക്കത്തിലാണ് മുന്നണികളെല്ലാം തന്നെ. ജോം DK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, ചേലക്കര.